ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ല്, ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ്, ഹാലജൻ ഹെഡ് ലാംപ്സ്, LED DRL, LED ഫോഗ് ലാമ്പ്, ഇതെല്ലാം തന്നെ HTK+ വരുന്നുണ്ട്. മെഷർമെൻറ്റ് നോക്കുവാണെങ്കിൽ ലെന്ത് വരുമ്പോൾ 3995 mm, വിഡ്ത്ത് 1790 mm, ഹൈറ്റ് 1642 mm, വീൽ ബേസ് 2500 mm ആണ് വരുന്നത്. ഇത്രയും വീൽ ബേസ് ഉള്ള കാർ കൊണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ്, ക്യാബിൻ സ്പേസ് ഈ ഒരു കാറിൽ കിട്ടുന്നുണ്ട്. ബാക്കിൽ ഡോർ ആയാലും നമുക്കൊരു കർട്ടനൊക്കെ ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീൽ സൈസ് വരുമ്പോൾ 16 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് നോക്കുമ്പം കണക്റ്റിംഗ് ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. അത് വളരെ അട്രാക്റ്റീവ് ആണ് ഈ ഒരു മോഡൽ കാണുമ്പം. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ ഡീഫോഗർ, HTയെ അപേക്ഷിച്ച് ഡീഫോഗർ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. കിയയുടെ ആ ബാഡ്ജിങ് ഒക്കെ ആണെങ്കിലും കാണാൻ പറ്റും. 45 ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇലക്ട്രിക്കലി ഫോൾഡബിൾ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ആണ് വരുന്നത്. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. കീലെസ് എൻട്രി ആയിരിക്കും. അത് കാരണം തന്നെ നമുക്ക് ഡോർ അൺലോക്കും ലോക്കും ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ 4 ഡോറിലും പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ചെറിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ വെക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഡോർ പാഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് വരുമ്പം കോമ്പിനേഷൻ കളറാണ് വരുന്നത്. ഒരു ക്രീം കളറും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അത് വളരെ അട്രാക്റ്റീവ് ആണ്. പിന്നെ മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് സ്വിച്ച് ആണ് വരുന്നത്. 6 എയർ ബാഗ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പാസഞ്ചർക്കും ഡ്രൈവർക്കും കട്ടൻ എയർ ബാഗായിട്ട് 6 കൊടുത്തിരിക്കുന്നത്. സീറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ആൻറ്റിഫാറ്റിക് ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ 12 വാൾട്ടിൻ്റെ USB ചാർജ് പോർട്ടും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ടച്ച് സ്ക്രീൻ ആണെങ്കിലും ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു വേരിയൻറ്റിൻ്റെ പവർ വരുമ്പം 6000 RPM 82 bhp പവറും 4200 RPM 115 ടോർക്കുമാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണെങ്കിലും ഇതിൽ വരുന്നുണ്ട്. സീറ്റിനെ പറ്റി പറയുവാണെങ്കിൽ 8 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത് ഡ്രൈവർ സൈഡ്. പാസഞ്ചർ സൈഡാണെങ്കിൽ 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റ്സും ആണ് വരുന്നത്. ഫ്രണ്ടിൽ സ്റ്റോറേജ് സ്പേസോട് കൂടിയുള്ള ഒരു ആംറെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 സീറ്റിലാണെങ്കിലും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്കിലാണെങ്കിലും മൊബൈൽ ഹോൾഡേഴ്സും കപ്പ് ഹോൾഡേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ മുകളിലോട്ട് നോക്കുമ്പം റൂം ലാംപ്സ് അതുപോലെ തന്നെ മാപ്പ് ലാംപ്സ് ആണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ സൺറൂഫ് വരുന്നുണ്ട്. അതാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു സൺറൂഫ്. അപ്പോൾ ഈ ഒരു കാറിനെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്കായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. അത് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ കാറിനെ പറ്റി കുറേ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഷോറൂമിൽ ചെല്ലുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, കാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ബുക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വിടുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും. അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.